അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ പേര് ഉബൈദുള്ള, മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്ന് അഥവാ 27/7/2024 നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, പത്തനംതിട്ടയിൽ ലഹരിക്കടിമയായ ഏക മകൻ കാരണം മനം നൊന്ത് മാതാവും പിതാവും ആത്മഹത്യ ചെയ്ത കഥ. ഏതൊരാളെയും സങ്കടപ്പെടുത്തുന്ന, മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയാണത്. മാതാപിതാക്കൾ മക്കളെ മുമ്പിൽ തോറ്റു പോകുന്നൊരവസ്ഥയുണ്ട്. ആരുടെ മുമ്പിൽ തന്നെ തോറ്റാലും മക്കളുടെ മുമ്പിൽ അവർ അഭിമാനിതരായിരിക്കും. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്ന ചില മാതാപിതാക്കളുടെ വാർത്തയാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ നമുക്ക് ദൈവം തന്നത് ശുദ്ധമായിട്ടാണ്, കളങ്കമില്ലാത്ത മനസ്സുമായിട്ടാണ്. നമ്മുടെ സംരക്ഷണത്തിൽ വളർന്നു വരുന്ന ഈ മക്കളുടെ സ്വഭാവം മോശമായാൽ, പ്രവൃത്തി മോശമായാൽ, ചിന്ത മോശമായാൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയായിരിക്കും. ആ വാർത്തയിൽ പറയുന്നുണ്ട്, ആ പിതാവ് ഒരുപാട് കാലം വിദേശത്തായിരുന്നു. പിതാവ് വിദേശത്തായിരിക്കുമ്പോൾ തന്നെ ഒരു പുത്രനുണ്ടായിരിക്കുമ്പോൾ അവർക്ക് സ്വസ്ഥമായ ജീവിതമായിരിക്കും, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ആവശ്യത്തിലധികം പണം കയ്യിൽ വരുമ്പോൾ അറിയാതെ നമ്മുടെ പൊന്നു മക്കൾ പല ലഹരി മാഫിയക്കും അവിടെ കണ്ണികളിൽ പെട്ടുപോകുന്ന ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ളത്, ശ്രദ്ധിക്കുക. തുടക്കത്തിലേ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ, ഒടുക്കത്തിൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ ചെറിയ ചെറിയ തെറ്റിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെയാണെന്നൊക്കെ സ്നേഹപൂർവ്വം മക്കളെ തിരുത്തിയിട്ട് നമ്മൾ ഒരു പട്ടം പറത്തുന്ന രൂപമായിരിക്കണം. പട്ടം പറത്തുമ്പോൾ എങ്ങനെയാണ്, ആ നൂലിൻ്റെ തല നമ്മുടെ കൈകളിലായിരിക്കുമ്പോൾ ആ പട്ടം മേലോട്ട് ഇങ്ങനെ ഉയർന്നു പോകും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പിടി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പോവും, പക്ഷെ ഉയരങ്ങളിലേക്കല്ല, ഏതോ ഒരു ഭാഗത്ത് ചെന്നിട്ട് എവിടെയോ കുടുങ്ങിക്കിടക്കും. അതുപോലെ നമ്മുടെ മക്കൾ ഉയർച്ചയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ചരടിൻ്റെ തല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ മക്കളെത്തും. പക്ഷേ ആ ചരട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഈ പട്ടം പോലെ തന്നെ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് പെടും. പിന്നീട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെ സംഭവിച്ചത്, മകൻ്റെ ലഹരി ഉപയോഗം കാരണം ആ മാതാവും പിതാവും ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ഷെയ്ഡാക്കിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് സ്വയം തീ കൊളുത്തി മരിച്ചു എന്നാണ്. ആത്മഹത്യയാണെന്ന് മനസ്സിലായത് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. മകൻ കാരണമാണ്, അവൻ ലഹരിക്കടിമയായതുള്ള മനോവിഷമത്തിലാണ് ഞങ്ങൾ ജീവൻ ഒടുക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കൾ കാരണം അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ പല മാതാപിതാക്കളുടെയും പ്രതീക്ഷയ്ക്കെതിരായിട്ട്, സ്വപ്നത്തിനെതിരായിട്ട് ചില മക്കൾ കാരണം അപമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരുപാട് നിർഭാഗ്യവാന്മാരായ മാതാപിതാക്കളെ നമുക്ക് കാണാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്താതിരിക്കണമെങ്കിൽ മക്കളെ ഇപ്പോഴേ ശ്രദ്ധിക്കണം. ആ മക്കൾക്ക് സ്നേഹം കൊടുക്കണം, അവരോട് ഫ്രണ്ട്ലി ആവണം. അങ്ങനെ മക്കളെ ജീവിച്ച് അവർ ഉയരങ്ങളിലേക്ക് എത്തും. അതല്ലാതെ നമ്മൾ മക്കളെ 100% വിശ്വാസമാണ്, എൻ്റെ കുട്ടി തെറ്റ് ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ മക്കളെ ഒരുപാട് ഭാഗത്തേക്ക് അഴിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കുക. മക്കൾ ചെന്നുപെടുന്ന ചില മാഫിയകളിൽ നിന്നും അവരെ വേർപ്പെടുത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന കാര്യം ഞാനടക്കമുള്ള ഓരോ മാതാപിതാക്കളും ഓർക്കണം, ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.